ബിഫോർ മാരേജ് നമുക്ക് ഒരു വിഷയങ്ങളില്ല. ആഫ്റ്റർ മാരേജ് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു കപ്പിൾ എന്നുള്ളൊരു തോട്ടിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ ഓക്കെ പോവാന്ന് വിചാരിച്ചത്. അതെ, റിസ്ക് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഡബ് സ്മാഷിലൂടെ തുടക്കം കുറിച്ച ടിക്ടോക്കിലെത്തി യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പ്രേക്ഷക പ്രിയം നേടിയ ദമ്പതികളാണ് ശീതളും വിനുവും. ഇന്ന് ചാനലിന് 47 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. തന്റെ തുടക്കം ടിക്ടോക്കിലൂടെയാണ് എന്നാണ് ശീതൾ പറയുന്നത്. കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിയതിന്റെ തുടക്കം ടിക്ടോക്കിലൂടെയായിരുന്നു. 2019 ഒരു മീഡിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് വിനുവിനെ പരിചയപ്പെട്ടത്. അങ്ങനെ സുഹൃത്തുക്കളായി. സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷവും സൗഹൃദം ഞങ്ങൾ തുടർന്നു. ആ സമയത്ത് വീട്ടിൽ ആലോചനകൾ വരുന്ന സമയമായിരുന്നു. എന്നാൽ വന്ന ആലോചനകളിൽ ചിലർക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല. അത്തരം ബന്ധങ്ങൾ എനിക്ക് വേണ്ട എന്ന് പപ്പയോട് പറയുകയും ചെയ്തു. ആ സമയത്തും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവന്റെ വീട്ടിലും ഇവൻ എൻ്റെ വീട്ടിലും വരാറുണ്ട്. എൻ്റെ ബന്ധുക്കൾക്കെല്ലാം വിനുവിനെ അറിയാം. എൻ്റെ ബന്ധുക്കൾ ആണ് ഇവനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത്. പിന്നെ ഞങ്ങളും ഇതേക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ വിവാഹത്തിലെത്തി. ഇപ്പോൾ ശീതൾ രണ്ടാമതും ഗർഭിണിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഫുറിച്ചറെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഇയാള് ട്രെയിൻ കയറിയ സ്ഥലത്ത് പോവാ. നമ്മുടെ ആലുവയിൽ നിന്ന് കയറിയപ്പോൾ ഒരു ഹാർഡ്ലി 20 മിനിറ്റ്സേ ഉള്ളൂ ട്രെയിൻ യാത്ര പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇയാൾ അറിയാണ്ട് ഇയാൾക്ക് ഓൾറെഡി ട്രെയിൻ പോകാൻ പേടിയാ. അപ്പൊ അന്ന് ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ടിരിക്കുക. ഈ ഹിന്ദിക്കാർ കുറെ പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലേഡീസ് സേഫ്റ്റി ഭയങ്കര പ്രശ്നത്തിരിക്കുവാണ്. എനിക്ക് തിരിച്ച് വേഗം വീട്ടിൽ പോകണം. അപ്പം ഞാൻ ടാറ്റയെ കൊടുത്ത് വിട്ട്. അപ്പോൾ ഇയാൾ ട്രെയിനിൽ കയറിയിട്ട് എന്നെ അപ്പോൾ തന്നെ ഫോൺ ചെയ്യടാ, ഒന്ന് കോളിൽ നിൽക്കാനൊക്കെ പറഞ്ഞു നിന്നു. ആക്ച്വലി ഞാൻ 2 ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എങ്ങാണ്ട് 30 രൂപ എന്തോ ഉള്ളായിരുന്നു ടിക്കറ്റ് സമയത്ത്. ഇപ്പൊ 2 ടിക്കറ്റ് എടുത്തു. ഇയാൾ അറിഞ്ഞില്ല എടുത്തത്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് വിളിച്ചോണ്ടിരിക്കുക. അവിടെ വിഷയമായിട്ട് ഇവിടെ മൊത്തം ഹിന്ദിക്കാർ കയറി നിൽക്കുവാണ്. എനിക്ക് ഭയങ്കര പേടി വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് നോക്കാൻ പറയാം. അപ്പം ഞാൻ അപ്പുറത്തെ ബോഗി കയറിയിരിക്കുകയായിരുന്നു. ഞാൻ ആ ബോഗിയിൽ നിന്ന് നടന്ന് ഇപ്പുറത്ത് എത്തിയപ്പോൾ ആളെന്നെ കണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് തോന്നി എന്നെ ഭയങ്കര ഇഷ്ടമാണ് തോന്നി എനിക്ക്. കണ്ടു. അതാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്രേ ഉള്ളൂ. എനിക്ക് ഇടക്കിടക്ക് തോന്നാറുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ പെട്ടിങ്ങനെ നിൽക്കണെങ്കിൽ ഞാൻ ഇവനിങ്ങനെ നോക്കുമ്പോ ഇവന് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ മനസ്സിലൊരു കാര്യം വെച്ചിട്ട്, എടാ നീ എനിക്കിത് വാങ്ങി തരുമോ? അപ്പൊ തന്നെ അവൻ ഇല്ല തരത്തില്ല. അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ പോണെന്ന് നിനക്കറിയോ? അപ്പൊ അവൻ ആ സാധനത്തിന്റെ പേര് എൻ്റെ അടുത്ത് പറയും, ഇല്ല അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിനക്ക് എങ്ങനെ മനസ്സിലാവുന്നടാ? അതിനു മുമ്പ് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ഇതുപോലെ, എടാ നമുക്ക് ആ സാധനം വാങ്ങിച്ചാൽ അത് പറ്റത്തില്ല. ഒരു ഏത് സാധനം ഞാൻ പേര് പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കത് മനസ്സിലാവും. അതെങ്ങനെ ഇവന് മനസ്സിലാവുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ ചോദ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. ചോദിക്കുന്നതിന് മുന്നേ അത് ഇങ്ങോട്ട് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഒരു കുറച്ചധികം നാള് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കല്യാണത്തിലേക്കുള്ള ഒരു മൊമെന്റ് വരുമായിരുന്നല്ലോ. അപ്പോൾ നോർമലി അങ്ങനെയുള്ളൊരു സീനിൽ നമ്മളൊരു ആലോചിക്കില്ല, ഇതിപ്പോൾ നല്ലൊരു റിലേഷനാണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്, അത് റൂയിൻ ചെയ്യണം, അങ്ങനെ പൊക്കഴിഞ്ഞാൽ ലവിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്ക് പൊക്കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരത്തില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങള് കുറെ ഇരുന്ന് ആലോചിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ചത്. ഓക്കെ കുഴപ്പമില്ല. വീഡിയോ കാണുന്ന പറയണം, നമുക്ക് ബിഫോർ മാരേജ് നമുക്ക് ഒരു വിഷയങ്ങളില്ല. ആഫ്റ്റർ മാരേജ് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു കപ്പിൾ എന്നുള്ളൊരു തോട്ടിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ ഓക്കെ പോവാന്ന് വിചാരിച്ചത്. അതെ, റിസ്ക് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. പരസ്പരം അറിയാവുന്നതുകൊണ്ട്. അതെ, അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരിക്കുമല്ലോ. നമുക്ക് അറിയാത്തൊരു സംഭവമാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എന്തോ സംഭവമായിരിക്കും രീതിയാണല്ലോ അതിലേക്ക് വരുന്നത്. എപ്പോഴാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്തത്? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചാണ് കല്യാണ പരിപാടി, വേറെ കുറച്ച് പരിപാടി. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞായപ്പോഴാണ് അത് തോന്നിയത്. അതിനു മുമ്പ് വരെ നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. വിചാരിക്കുന്ന പോലെ എല്ലാ പാരന്റിങ് അവനായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അടിപൊളി. എന്തുകൊണ്ട് നേരത്തെ കല്യാണം കഴിച്ചില്ല എന്നായിരുന്നു ആലോചിച്ചത്. പക്ഷെ കുഞ്ഞിന്റെ ഇത് വന്നപ്പോഴാണ് വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കേട്ടോ എന്ന് നമുക്ക് തോന്നിയത്. അതെ, മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാണുമ്പോ നല്ല രസമാ. നമുക്ക് ഓരോരുത്തർ കിട്ടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. ആഫ്റ്റർ മാരേജ് എനിക്കൊരു കമ്പനിയായി. എനിക്ക് പൊതുവെ അങ്ങനെ ആരുടെയും കൂടെ കമ്പനി കൊടുത്ത ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു വലിയൊരു കമ്പനിയായി. ഇയാൾക്കാണൊരു കമ്പനിക്ക് ആളെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം ഭയങ്കര രസമായിരുന്നു. ഇപ്പം വെളുപ്പിനെ 2-2:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും റീലുണ്ടെന്ന് വിചാരിച്ചോ, 3 പോയാലോ, പോവാം, അങ്ങനെ ഇറങ്ങും നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം എന്ത് പറഞ്ഞ ചായ വേണം,
വീട്ടിൽ ചായ ഉണ്ടായി. എന്നാലും ഞങ്ങൾ വെറുതെ സ്കൂട്ടറൊക്കെ എടുത്ത് നൈസ പതുക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്ത് പതി തിരിച്ചു എടുത്തുള്ളൂ. ഇപ്പം മൂന്നാറ് പോയാലോ, നാളെ ഫ്രീ ഉറങ്ങിയാലോ, ആ ഒരു ചിന്ത വരും നമുക്ക്. കാരണം അവന്റെ ടൈം അനുസരിച്ച് വേണം നമുക്ക് മാറാം. ഇപ്പം ആളിനിപ്പോ 1.5 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വഴക്ക് പറയാനുള്ള പറ്റിയൊരു പ്രായമായിട്ടില്ല അവന്. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള പ്രായമായിട്ടില്ല അവന്. ഇപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, ഇത് എഡിറ്റിംഗ് ഷൂട്ടിംഗ് ഇതിന്റെ കൂടെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നുന്നില്ലേ? നമുക്ക് ആക്ച്വലി അത് എന്താ ഉറക്കമൊന്നും ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മീൻസ് രാത്രിയിൽ മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇത് എങ്ങനെ മാനേജ് ചെയ്ത് മെന്റലി ഭ്രാന്താവില്ലേ? പിന്നെ നിങ്ങൾ ഈ ഫീൽഡിലുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു അത് ബുദ്ധിമുട്ട്. ചോദിക്കുന്നത്. ഒരു ടൈം നമ്മളത് അറിയത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് യങ് ആയ സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ഓക്കെ വർക്ക് വരുന്നു, നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ രാത്രി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഒരു വിഷയമില്ല. ഒരു മോർണിംഗ് 6:30 അല്ലെങ്കിൽ 7 ഒക്കെ ആകുമ്പോൾ ഉറങ്ങുന്നു നമ്മൾ. വീണ്ടും മേ ബി മോർണിംഗിന് ഷൂട്ട് ഉണ്ടാവും. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ ഞങ്ങൾക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഞങ്ങൾക്ക്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷൻ ഉണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 5:30-6 ഷൂട്ടാണ് ഞങ്ങൾക്ക്. എന്നിട്ട് നേരെ ഒരു 1 hour ഉറങ്ങിയിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ അത് ഫുഡ് പോയിസൺ ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ എടപ്പള്ളിയിൽ ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അങ്ങോട്ട് പോണത്. അവിടെ പോയി ഷൂട്ടെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തില്ല. അവിടുന്ന് തിരിച്ചു വന്നു. അന്ന് കുഞ്ഞൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ചിന്ത ചെയ്യുന്നറിയാവോ, വീട്ടിൽ പോവാം, അടുത്ത വർക്ക് എടുക്കാം, ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ ചിന്തിക്കൊണ്ടിരിക്കുക. കുറേ നാൾ ഇപ്പം ഒരു 2 വർഷമായിട്ടുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ശീതലമിനി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിന് ക്രൂ വെച്ചു, ക്യാമറ വെച്ചു, എഡിറ്ററിനെ വെച്ചു. അപ്പം ഞങ്ങളുടെ വർക്ക് കുറച്ച് ലോഡ് കുറഞ്ഞു. കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ലോഡ് കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽത്ത് നോക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം. അപ്പോഴാണ് നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് നോക്കുന്നത്, ഓക്കെ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഓടിക്കൊണ്ടല്ലേ. മറ്റേത് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ, ഒരിക്കൽ പോലും നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പം റിയാലിറ്റി ചെക്ക് ഇപ്പോഴാണ് ഒരു 1.5-2 വർഷമായിട്ട് വന്നിട്ടുള്ളൂ നമുക്ക്. ഇപ്പൊ നമ്മൾ ഷൂട്ടൊക്കെ നൈറ്റ് മാക്സിമം ഒഴിവാക്കും. മാക്സിമം പോയാൽ 12 മണി തീർക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മള്. അതിന് മുമ്പ് വരെ ഈ പറഞ്ഞ പോലെ ഹെക്ടിക് ലൈഫ് ആയിരുന്നു. അതെ, ഞാനത് ആലോചിച്ചു. കാരണം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് അത് ക്രിയേറ്റീവ് ഫീൽഡ് ആണല്ലോ. അപ്പോ തല വർക്ക് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് നെക്സ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അന്നേരം കുറെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കിളി പോയില്ലേ രണ്ടുപേരുടെ. അന്നേരം ഇത് നിങ്ങൾ എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യുന്നത്? അതാ പറഞ്ഞത്, കിളി പോയി ഞങ്ങൾക്ക് മനസ്സിലായത് ആൾക്കാരെ ഹയർ ചെയ്തതിന് ശേഷമാണ്. കുഞ്ഞു വന്നപ്പോ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഹയർ ചെയ്തു. അപ്പോ ആൾക്കാരെ ഹയർ ചെയ്തപ്പോ നമുക്ക് എഡിറ്റ് ചെയ്യണ്ട, ക്യാമറ ചെയ്യാൻ ആളുണ്ട്. പക്ഷെ ഇതൊക്കെ ആളുണ്ടായിട്ടും ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഞങ്ങളുടെ ഷെഡ്യൂളേ മാറി. വെളുപ്പിനെ ഉറങ്ങുന്ന ആ ഒരു ഇതായപ്പോഴത്തേക്കും ഒരു ജോലി ഇല്ലെങ്കിലും ഇപ്പൊ കുഞ്ഞൊരു 10, 10:30, 11 മണിയാകുമ്പോൾ ഉറങ്ങിയെന്ന് വിചാരിച്ചോ, 2 മണിയായാലും 3 മണിയായാലും ഞാനും ഇങ്ങനെ ഇരിക്കും, ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല? അപ്പൊ എന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മള് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരു ഇത് അത് ആക്ച്വലി നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമുള്ള ഇതാണ്. സോ ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഓക്കെ നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം, കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പോണം എന്നുള്ള സെറ്റപ്പിൽ ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു 4 മാസം. അല്ല, ഈ ഒരു 3 കൊല്ലം 4 കൊല്ലം അടുപ്പിച്ച് ഇങ്ങനെ ഒരേ റൊട്ടീനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ റിലേറ്റഡ് ഉണ്ടായോ? ഉറക്കം വരുന്നില്ല, അതാ മെയിൻ പ്രശ്നം. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ പണ്ട് തൊട്ടേ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് പകൽ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലീവ് എടുത്തൊക്കെ കിടന്ന് ഉറങ്ങും. കോളേജിലൊന്നും പോയിട്ട് ലീവ് എടുത്ത് കിടന്ന് ഉറങ്ങും. ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ ഉറങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പകൽ ഉറങ്ങും. കോളേജിലും ഉറങ്ങും, വീട്ടിലും കിടന്ന് ഉറങ്ങും, ലീവ് എടുത്ത് ഉറങ്ങും. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ വിനു എങ്ങനെയാന്ന് വെച്ചാൽ 10 മണിയാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങും. രാവിലെ 5:30-6 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിച്ചോണ്ടിരുന്ന വെച്ചാൽ. അപ്പൊ ഞങ്ങൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്റെ ഇതിലോട്ടായി. രാത്രി മൊത്തം ഇവനെ കൊണ്ട് കറക്കം എഴുന്നേറ്റിരിക്കല്, പകല് കിടന്നുറങ്ങല്. അപ്പൊ ആൾക്ക് ആ ഒരു ഭയങ്കര ചേഞ്ച് അവനത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എനിക്ക് പക്ഷെ പ്രശ്നമില്ല, ഇപ്പൊ പ്രശ്നമില്ല. മേ ബി പ്രായം ആകും തോറും എനിക്ക് ബുദ്ധിമുട്ട് വരുമായിരിക്കും. അതുകൊണ്ട് കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഓക്കെ വേറെ ഒരു പരിപാടിയില്ല, സിനിമ കാണാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം, പുറത്ത് ഡ്രൈവിന് പോവാം, അങ്ങനെ. പക്ഷെ കുഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും എനിക്ക് റെസ്റ്റ് വേണം, ഞാൻ അവനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് എനിക്ക് മാക്സിമം ഉറങ്ങാൻ ടൈമൊക്കെ കണ്ടെത്തി തരും, എന്നെ അധികം ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഉറക്കമില്ലാതായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇത് ഭയങ്കര നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കും, ഓർമ്മ പെശക് വരും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അത് പ്രശ്നമാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അതിനുള്ള പ്രിക്കോഷൻ ഒക്കെ എടുത്തു തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം നീറ്റായിട്ടാണ്.